നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരോട് ചോദിക്കേണ്ട 5 കാര്യങ്ങൾ. ഈ പറഞ്ഞു കേട്ട ഉടനെ തന്നെ പോയിട്ട് ചോദിക്കരുത്. സമയവും സന്ദർഭമൊക്കെ എടുത്ത് സ്വസ്ഥമായിട്ട് ചോദിച്ചാൽ മതി. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെങ്കിൽ 5 ചോദ്യത്തിൻ്റെ ഉത്തരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ് 5 ചോദ്യങ്ങൾ? വീഡിയോ കാണും മുമ്പ് ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് ഗോ. നമ്പർ 1, നീ ഈ ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ പാർട്ട്ണറെ എന്താണ് വിളിക്കുന്നത് അത് വിളിച്ചുകൊണ്ട് തന്നെ ചോദിക്കുക. എന്താണ് ഈ ബന്ധത്തിൽ നീ അർത്ഥമാക്കുന്നത്? എന്താണ് ഈ ബന്ധം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിൻ്റെ ഒരു ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റുക, എങ്ങനെ നീ ഈ ബന്ധത്തെപ്പറ്റി പറയും എന്ന് ചോദിക്കാം. അവർ പല ആൻസർ പറയും, അല്ലെങ്കിൽ എന്തിനാ അത് ചോദിക്കുന്നതെന്നുള്ളത് ചോദിക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആൻസർ പറയാൻ താല്പര്യമില്ലെന്ന് പറയും, അങ്ങനെ പലതും പറയും. അപ്പം ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. പറയാൻ താല്പര്യമില്ല എന്നൊക്കെ ഉള്ളത് കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ലടാ, അങ്ങനെ നമുക്ക് ആ ചോദ്യം സ്കിപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് സ്കിപ്പാവുന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ചുമ്മാ ഒരു ടൈം പാസിനൊക്കെ ഇത് കൊണ്ടു നടക്കുന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അല്ലെങ്കിൽ വലിയ ഹോപ്പ് ഈ ബന്ധത്തിൽ വെക്കുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ എന്തെങ്കിലും വിഷമം കൊണ്ടും പറയാം കേട്ടോ. അപ്പോൾ ഹോപ്പില്ലാത്തതാണെങ്കിൽ എന്ത് പറഞ്ഞാലിപ്പോൾ എന്താ, എനിക്ക് ആത്മാർത്ഥ പ്രണയമല്ലേ, നീ എന്നെ സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റും. ഒരിക്കലും വഴക്കുണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. ഓക്കെ. ഇനി അവരുടെ ചോദ്യത്തിൽ ചിലപ്പോൾ ഉണ്ടാകും, എന്താ നീ എൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ നീ എൻ്റെ ഭർത്താവിനെ പോലെയാണ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ നീ എൻ്റെ ജീവിത പാർട്ട്ണറായിട്ടാണ് ഞാൻ കാണുന്നത്, ലൈഫ് ലോങ് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്, എൻ്റെ എല്ലാമാണ്, എൻ്റെ ജീവനാണ്, അങ്ങനെ പലതും പറയാം. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിൽ തട്ടിയിട്ട് ചിലപ്പോൾ പറയുന്ന കാര്യമാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ് നിങ്ങളുടെ എന്ന് ആ ഒരു ചോദ്യത്തിലെ ഉത്തരത്തിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ പോയിൻ്റ്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ബന്ധത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള 3 കാര്യവും ഏറ്റവും നെഗറ്റീവായിട്ടുള്ള 3 കാര്യവും പറയാമോ? ജസ്റ്റ് അത്ര മതി. അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള 2 കാര്യം, അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള 2 കാര്യം പറയാം. നമ്മൾ എല്ലാ മനുഷ്യന്മാർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളതാണ്. അവർ ഉറപ്പായിട്ടും പോസിറ്റീവ് പറയും. ഫസ്റ്റ് പോസിറ്റീവ് തന്നെ പറയാൻ പറഞ്ഞു. ഓക്കെ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചോദിക്കുക. ചിലപ്പോൾ അവർ പറയും, നീ ഭയങ്കരമാണ്, നീ ഭയങ്കര രസമാണ് എന്നോട് സംസാരിക്കാൻ, അങ്ങനെ പല കാര്യങ്ങളും അവർ പറയും. 2 പോയിൻറ്റ്. അത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പി, നെഗറ്റീവ് അടിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ സങ്കടമായിട്ട് അപ്പം അങ്ങനെയാണല്ലേ, ഇതാണെന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. രണ്ടാമത്തെ ഇതായിട്ട് അവർ നെഗറ്റീവ് പറയുമ്പോൾ നിൻ്റെ ഈ സ്വഭാവം, അല്ലെങ്കിൽ നിൻ്റെ ഇതിങ്ങനെ, അല്ലെങ്കിൽ നിൻ്റെ ആ ഒരു ഇതെങ്ങനെ, അതെനിക്കിഷ്ടമല്ല എന്നുള്ള കാര്യങ്ങൾ അവർ പറയും. അതിന് നിങ്ങൾ അവരും പറയും അടി ഉണ്ടാക്കരുത് പറയുമ്പോൾ അതൊക്കെ പറയുമായിരിക്കും. അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പം നെഗറ്റീവ് അല്ലെങ്കിൽ തെറ്റുകൾ നിങ്ങൾക്ക് പറ്റുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള നെഗറ്റീവ് അവർ 3 എടുത്ത് പറയുമ്പോൾ അത് തിരുത്താൻ നിങ്ങൾ ശ്രമിക്കണം. എന്താണ് ആ തെറ്റിവനെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തെറ്റിവളെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടാവും, വിഷമിപ്പിച്ചിട്ടുണ്ടാവും, ഇനി അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് കൊണ്ടുചെയ്യാൻ പറ്റണം. ഇനി അങ്ങനെയല്ല, അവർ പറയുന്നില്ല, നെഗറ്റീവ് ഒന്നും അവർ പറയുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ പറയാം, ഞാൻ വഴക്കുണ്ടാക്കില്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്, എന്നാലും എനിക്ക് തിരുത്താൻ പറ്റൂ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ നിനക്ക് നെഗറ്റീവ് ഒന്നുമില്ല, അങ്ങനെ ഒരു മനുഷ്യനില്ല, നെഗറ്റീവ് ഇല്ലാത്തൊരു മനുഷ്യനുണ്ടാവും. നിങ്ങൾ എന്തായാലും പറയാം, എങ്ങനെയാണെങ്കിലും പറയാം. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എന്ത് തെറ്റാണെങ്കിലും നിങ്ങൾക്ക് പറയാം, എന്ത് നെഗറ്റീവായിട്ടുള്ള ഇപ്പം ഇല്ലെങ്കിലും മുമ്പ് ഉണ്ടായതാണെങ്കിലും നിനക്ക് പറയാം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാം. ഓക്കെ. അപ്പോൾ അവർ കൃത്യമായിട്ടത് പറയണം, അവരെ കൊണ്ട് നിങ്ങളത് പറയിപ്പിക്കണം. ഓക്കെ. ദെൻ അടുത്ത നോക്കാം. നമ്പർ 3, ഈ ഒരു ബന്ധത്തിൽ നീ എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആകുമെന്ന് ചിന്തിച്ച സമയം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വഴക്കിട്ടപ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഉണ്ടോ, ഏതെങ്കിലും സിറ്റുവേഷനിൽ ഈ ബന്ധം നിന്ന് പോവും, അല്ലെങ്കിൽ ഈ ബന്ധം നിൽക്കാൻ പോവാണ്, ഞാൻ നിന്നെ ഇട്ടിട്ട് പോകും, ഞാൻ നിന്നെ ചതിക്കുന്നോ, തേക്കുന്നോ, ഇട്ടിട്ട് പോകുന്നോ, പറ്റിക്കുന്നോ, അങ്ങനെ എന്തെങ്കിലും നിനക്കൊരു നെഗറ്റീവ് സൈഡ്, അല്ലെങ്കിൽ ഇത് ബ്രേക്കപ്പ് ആകും എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ ചോദിക്കുക. അവർ നല്ല ഒരാഴ്ച ചിലപ്പോൾ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ, ഉണ്ടായിട്ടുണ്ടാ കുറേ മുമ്പ്, പക്ഷേ അതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അവർ പറയും. അത് ചോദിക്കുക, എന്തുകൊണ്ട് അങ്ങനെ തോന്നി? കാരണം നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ അങ്ങനെ തോന്നും. ആ തോന്നൽ ഇനി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ചോദിക്കാൻ പറയുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് വേറെയും ഗുണമുണ്ട് കേട്ടോ. അവരുടെ സ്നേഹം ഭയങ്കരമായിട്ട് കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം നിങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അവർ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവും. നമ്മളല്ലാതെ പിന്നെന്താ ഫുഡ് കഴിച്ചോ, ചായ കുടിച്ചോ, അങ്ങനെ ഇങ്ങനെ ചറപറാവോ, എന്നാൽ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായി അടി ഉണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും, അതിലൂടെ ഒരുപാട് നല്ല ആൻസർ കിട്ടുന്നതും, അതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ കൂടി അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹമൊക്കെ കൂടിക്കൊണ്ടിരിക്കും. സോ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി
ഈ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. അടുത്തതായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്ത് അപ്ഡേഷൻ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കൂടുതലായിട്ട് നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഞാൻ നീ പറഞ്ഞ എന്തെങ്കിലും അനുസരിക്കാതിരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നീ മുമ്പോട്ട് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിൻ്റെ രീതിയിൽ ഞാനിങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ആഗ്രഹങ്ങളുണ്ടാവില്ല റിലേഷൻഷിപ്പിൽ, ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം, ഇങ്ങനെ സംസാരിക്കണം, ചില മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കണം, എവിടെയെങ്കിലും പോകണം, അങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ടാവില്ല പറയാതിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ റിലേഷൻഷിപ്പ് കൂടുതൽ ബെറ്ററാക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് സൂപ്പറാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കണം. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതിലെ ആൻസറിൽ തന്നെ എല്ലാം ഉണ്ടാവും. എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പല ആൾക്കാരും റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത് ചോദിക്കും, പിന്നെ ഇത് ചോദിക്കുന്നത് കേട്ടില്ല. മാരേജ്. ഏട്ടാ നമ്മുടെ മാരേജ് എങ്ങനെയായിരിക്കണം, നിൻ്റെ ഇതെന്താണ് പ്ലാൻ, എപ്പോഴാണ് എത്ര വർഷം കഴിഞ്ഞിട്ട് മാരേജ് ചെയ്യാമെന്ന് നീ വിചാരിക്കുന്നത്, മാരേജ് എങ്ങനെ ആയിരിക്കണം എന്നാണ് നീ വിചാരിക്കുന്നത്, ഏത് ലെവലിലാണ് നീ ചിന്തിക്കുന്നത്, ജസ്റ്റ് രജിസ്റ്റർ മാരേജ് ആണോ, അല്ലെങ്കിൽ എല്ലാവരും ഒക്കെ ഭയങ്കര ഗ്രാൻഡായിട്ടാണോ, എല്ലാവരും മീഡിയം ലെവലിൽ മതിയോ, എങ്ങനെയൊക്കെ ആയിരിക്കണം, നിൻ്റെ ആഗ്രഹം എന്താണ്, നിൻ്റെ പ്ലാൻ എന്താണ്, നീ സ്വപ്നം കാണാറുണ്ടോ, മാരേജിനെ പറ്റി ചോദിക്കുക. ആ ചോദ്യം അത് വേണോ, അത് പിന്നെ ചോദിച്ചാൽ പോലും ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ, നടക്കുമ്പോൾ അല്ലത് വിധി പോലെ വരട്ടെ, ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ നിൽക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഹോപ്പില്ല ഗൈസ്. ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ഉള്ളിൽ സ്നേഹവും ഹോപ്പും ഈ റിലേഷൻഷിപ്പിൽ അവരുണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളും അവരുടെ ഇപ്പോഴത്തെ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ 5 ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ 5 ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മാത്രമേ എന്താണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞത്. ഈ 5 ചോദ്യങ്ങളും നീ ഒറ്റയടിക്ക് ചോദിക്കണം എന്നില്ല. കുറച്ച് വല്ലപ്പോഴും ഒരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 1 മന്തൊക്കെ ആകുമ്പോൾ പതിയെ ചോദിച്ച് ഇങ്ങനെ പതിയെ അങ്ങ് പോയാൽ മതി. എന്നിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും വാട്സപ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബുക്കിലോ നോട്ട് ചെയ്ത് വെക്കുക അവരുടെ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് അനലൈസ് ചെയ്യുക റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. അവരുടെ ഉള്ളിൽ സ്നേഹം കൂടാനൊക്കെ, വളരെ സ്നേഹം കൂടാനും, നിങ്ങളെ എന്താ പറയുക എപ്പോഴും നിങ്ങളെ തന്നെ ഓർത്തുകൊണ്ടിരിക്കാനും, കൂടുതൽ നിങ്ങളെ മിസ് ചെയ്യാനൊക്കെ ഈ ക്വസ്റ്റ്യൻസ് കൊണ്ട് പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് നിങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ ചെളിയുള്ളൊരു വാഹനം കഴുകി വൃത്തിയാക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, അപ്പോൾ വണ്ടി കാണുമ്പോൾ കിട്ടുന്ന നമുക്കൊരു സന്തോഷമില്ലേ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വണ്ടി വാങ്ങിച്ചപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓർത്ത് പോകും. അങ്ങനെയുള്ളൊരു പ്രത്യേകത ഉണ്ട്. വണ്ടിയുടെ സ്നേഹം കൂടുന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. അതേപോലെ നിങ്ങളൊന്ന് പോളിഷ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുമ്പോൾ കിട്ടുന്ന ഒരു പുനർത്തിളക്കമുണ്ട്. അത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യും. അതിനാണ് ഞാൻ ഈ 8 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി ഈ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പറയുന്നത്. സോ ഈ 5 ക്വസ്റ്റ്യൻസിലുള്ള ഉത്തരങ്ങളനുസരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ 5 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരുടെ സ്നേഹം ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണെങ്കിലും അത് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അടിപൊളിയാക്കാനായിട്ട് ശ്രമിക്കുക, സൂപ്പർവാക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്താലേ വീഡിയോസ് കൂടുതലായിട്ട് റീച്ച് കിട്ടത്തുള്ളൂ. എന്നാലും നമുക്ക് വീണ്ടും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാത്തിനും വേണ്ടത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് വേണമെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.